നമസ്കാരം. ഷീല സണ്ണി നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ന്യൂസ് കേട്ടതായിരുന്നു. തൃശ്ശൂരിലെ ഒരു ബ്യൂട്ടി പാർലർ ഉടമയിൽ നിന്നും LSD സ്റ്റാമ്പ് എന്നുവെച്ചാൽ മയക്കുമരുന്ന് കണ്ടെത്തി അറസ്റ്റിലായി എന്നൊക്കെ പറഞ്ഞ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ 10-70 ദിവസം ജയിലിൽ പോയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിന്റെ അടുത്ത് നൽകിയ അപേക്ഷയിലും വിത്ത് തെളിവടക്കുന്നത് ഞാനല്ല ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഭർത്താവും പിന്നെ മരുമകനും കൊടുത്ത ആ ഒരു ഫയലും കാര്യങ്ങളും എല്ലാം കൂടി ചേർത്തിട്ട് പുള്ളിക്കാരിക്ക് ജാമ്യം അനുവദിക്കുകയുണ്ടായി. ജാമ്യം അനുവദിച്ചിട്ട് ഈ കേസ് തുടരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതൊന്നും മനസ്സിലായി ഈ ചെയ്തത് പുള്ളിക്കാരിയല്ല, പുള്ളിക്കാരനെ പെടുത്തിയതാണെന്ന് പറഞ്ഞത്. അപ്പൊ പെടുത്തിയത് ആരാണെന്നുള്ള കാര്യം അന്വേഷിച്ച് നടന്ന സമയത്താണ് ഇപ്പോ കുറച്ച് ദിവസമായിട്ട് അടുത്ത ബന്ധു ഒരു കൃഷ്ണകുമാർ പറഞ്ഞ ഒരാളിനെ ഇപ്പൊ നിലവിൽ ഇതിലൊരു പങ്ക് എന്താ വെച്ചാൽ ഇതിലൊരു പെടുത്താനുള്ള ഒരു കണ്ണിയായിട്ട് പുള്ളി പ്രവർത്തിച്ചിട്ടുള്ളതായിട്ട് കണ്ടെത്തിയത്. പുള്ളി ഇപ്പൊ നേരെ ഹൈക്കോടതിയിലൊക്കെ പോയി ഞാനത് ചെയ്തിട്ടില്ല, എന്നെ അതിൽ പെടുത്തിയതാണെന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരെ ഹൈക്കോടതിയിൽ ജാമ്യത്തിന് വേണ്ടിയിട്ടൊക്കെ പോയതെല്ലാം ന്യൂസ് റീസെന്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഷീല സണ്ണി എന്ന് പറഞ്ഞ ആ ഒരു ബ്യൂട്ടി പാർലർ ഉടമ എന്തുകൊണ്ട് ആ ഒരു സാധാരണക്കാരിയായ ആ ഒരു വീട്ടമ്മയായ ഒരു ജോലിക്കാരിയായ ആ ഒരു അമ്മനെ പെടുത്താനുള്ള കാരണം എന്തിനു വേണ്ടി, ആര്? ഈ രണ്ട് ചോദ്യമായിരുന്നു നിലവിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഷീല സണ്ണിന്റെ ഈ പറഞ്ഞ വീട്ടമ്മന്റെ കുറച്ച് സംശയങ്ങൾ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന ഒരു ഇന്റർവ്യൂവിൽ പുള്ളിക്കാരന്റെ കുറച്ച് സംശയങ്ങൾ നിലവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരായിരുന്നുള്ളത്. സ്വന്തം കുടുംബത്തിൽ നിന്ന് ഉള്ള ശത്രുക്കളാണ് എനിക്ക് ഉണ്ടായത് എന്നുള്ളതാണ്. കാരണം വേറൊന്നുമല്ല, വീട്ടിൽ നിന്ന് ഈ ബാഗിനകത്താണ് ഈ ഒരു LSD സ്റ്റാമ്പ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആ കണ്ടെത്തിയാനുള്ള കാരണം ബാഗ് എവിടെയും വെച്ചിട്ട് പോയിട്ടില്ല, പിന്നെ ആരും കൊണ്ടുപോയിട്ടില്ല. എല്ലാം ഈ പറഞ്ഞ ഷീല സണ്ണി എന്ന് പറഞ്ഞ ആ സ്ത്രീന്റെ പക്കൽ തന്നെയാണ് എല്ലാം ഉള്ളത്. വേറൊരാൾ ഉപയോഗിച്ചില്ല, വേറെ എവിടെയും വെച്ചിട്ട് പോയില്ല, മറന്നിട്ട് പോയിട്ടില്ല. ഷീല സണ്ണി പറഞ്ഞ ആള് പറയുന്നത് ബാഗിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ടാണ് ഇതിനകത്ത് ഈ സാധനം ഇട്ടിരിക്കണമെന്നാണ്. പക്ഷെ ആരാണ്, എന്താണ് ഇതിനുള്ള കാരണം എന്നുള്ളതൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് പുള്ളിക്കാരത്തിന്റെ ഡൗട്ടിൽ മാത്രം കാര്യം പറയണം. ആ ഡൗട്ടിൽ പറയുന്ന കാര്യങ്ങള് മരുമോള് എന്ന് വെച്ചാൽ മകന്റെ ഭാര്യ, മരുമോളുടെ അനിയത്തി ഇതേപോലെ ബാംഗ്ലൂരിലെ മോഡലിംഗ് ആണ്. അപ്പോൾ ഇതേപോലെ സ്പോൺസർഷിപ്പ് ഒരാളുണ്ട്. അപ്പോൾ വേറൊരാളും ഈ പറഞ്ഞ ഈ അനിയത്തി പറഞ്ഞ വ്യക്തിയും തമ്മിൽ ഒരു ബന്ധവും ഇവർ തമ്മിൽ ഒരു റൂമിലാണ് താമസിക്കണമെന്നൊക്കെ ഈ ഷീല സണ്ണി എന്ന് പറഞ്ഞ നമ്മുടെ ഈ പറഞ്ഞ ഈ കേസിൽ കുടുക്കിയ അല്ലെങ്കിൽ ഈ കേസിൽ ഒരു ഇരയായ ആ സ്ത്രീൻ്റെ അടുത്ത് പറയുണ്ടായി. അതുമൂലം ഈ പറഞ്ഞതിനി വേറെ നീ പറയൂ, ഇനി വീട്ടിൽ നിന്ന് മാറ്റി നിർത്തണോ, അങ്ങനെയുള്ള കാര്യത്തിനും കൊണ്ട് എന്നെ പെടുത്തിയതാണ് എന്നുള്ളൊരു ഊഹാപോഹം എന്നുവെച്ചാൽ അതിലോട്ടാണ് വരുന്നത്. ഇപ്പൊ കേസിന്റെ അന്വേഷണങ്ങൾ മൊത്തം അതിലോട്ടാണ് വരുന്നത്. ആ ഒരു ഊഹാപോഹമാണ് ഇപ്പോൾ നമ്മുടെ ഷീല സണ്ണി എന്ന് പറഞ്ഞ മയക്കുമരുന്ന് കേസിൽ എന്ന് തന്നെ പറയാം. ഒന്നും അറിയാതെ 10 ദിവസം ജയിലിൽ കിടന്ന ആള് പറയുന്നത്. 10 ദിവസം ജയിലിൽ കിടക്കുന്ന ചില്ലറ കാര്യമൊന്നുമല്ല. പിന്നെ വെളിയിൽ കയറുമ്പോൾ ആ സമൂഹം പുള്ളിക്കാരനെ എങ്ങനെ കാണുന്നു. കാരണം ഒരു തൊഴിൽ രംഗത്ത് നിന്നിട്ട് ഒരു നല്ലൊരു ബിസിനസ് സംരംഭത്തിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ അത് എത്രത്തോളം ബാധിക്കണം എന്നുള്ള കാര്യം അറിയാലോ. അപ്പോൾ അതിന് ശക്തമായിട്ട് തന്നെ ഇപ്പൊ നിലവിൽ ആ കേസിന്റെ പുറകിൽ തന്നെയാണ് ഈ ഷീല സണ്ണിയും ഭർത്താവും പിന്നെ പുള്ളിക്കാരനും വേറെ മരുമകനും കൂടിയിട്ട് നിലവിൽ പൊക്കോണ്ടിരിക്കുന്നത്. എന്തായാലും വിജയം കാണട്ടെ. അപ്പോൾ അതിന്റെ ഇന്റർവ്യൂവിൽ കുറച്ച് ഭാഗങ്ങൾ ഇവിടേക്കാം. എന്നെ മരുമോളാണെങ്കിൽ മകളെ മാതിരിയാണ് ഞാൻ നോക്കിക്കൊണ്ടുണ്ടായത്. അങ്ങനെ ഞങ്ങൾ എല്ലാ സ്ഥലത്തും പോവും. ഇപ്പോൾ ഷോപ്പിങ്ങിനാണെങ്കിലും ഒരുമിച്ചൊക്കെ പോവാറുണ്ട്. ഇനി അവർക്ക് എന്നോട് എന്താ വിരോധമാണ് എനിക്കറിയില്ല. നമുക്ക് ഓരോരുത്തരുടെ മനസ്സിലിരിപ്പോൾ അറിയില്ലല്ലോ. പിന്നെ ഞാൻ ഇറ്റലിയിലേക്ക് പോണ കാര്യം നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ മോനും ഞാനും നല്ല അടുപ്പത്തിലായിരുന്നു. ഇപ്പം എന്ത് കാര്യമാണെങ്കിലും മോൻ എന്നോടൊക്കെ ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ അത് അവർക്ക് താല്പര്യമില്ല. ഞാൻ ഊഹിക്കണ കാര്യമാണ്, ഇതൊക്കെ ആയിരിക്കാം ഊഹങ്ങൾ, അല്ലാണ്ട് വേറെ അങ്ങനെ വലിയ പറയാൻ പറ്റാത്തൊരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ സാമ്പത്തികമായിട്ട് ബാധ്യത ഉണ്ട്. അതിപ്പോ എല്ലാ കുടുംബത്തിലും ഉണ്ടാവാറുള്ളതാണല്ലോ. നമുക്ക് കൊറോണ വന്നു, അതൊക്കെ പിന്നെ മോളുടെ കല്യാണം അങ്ങനെയൊക്കെ ആയപ്പോൾ കുറച്ച് ലോണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അത് അവരോട് കല്യാണം കഴിയുമ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു സാമ്പത്തിക ബാധ്യത ഇപ്പം എല്ലാവർക്കും ഉള്ളതാണ്, അല്ലാണ്ട് വേറെ അങ്ങനെ പറയാൻ പറ്റാത്ത വിഷയങ്ങളൊന്നും ഇല്ല. അപ്പോൾ മരുമകളാണോ
ഇതുപോലെ മരുമകളുടെ അനിയത്തിയാണോ മരുമകളുടെ വീട്ടുകാരാണോ കുടുക്കിയത് എന്നുള്ളതാണ്. കാരണം ഇറ്റലിക്ക് ഒരു ഓഫർ വന്നിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. മരുമകൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെ നമുക്ക് ഈ അമ്മനെ കുടുക്ക എന്നുള്ളൊരു, അത് സ്വന്തം ഭർത്താവിന്റെ അമ്മ എന്നുള്ളത് പറയുമ്പോൾ കുടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. പക്ഷെ മറ്റ് റീസൺ ഒന്നും കൂടി ജെന്യൂൻ ആയിട്ടുള്ള ഒരു റീസൺ ആണ്. വേറൊന്നുമല്ല, നമ്മുടെ ആ അനിയത്തിന്റെ കേസ് പറഞ്ഞത്, വേറൊരാളുടെ ഇപ്പോൾ താമസിക്കും എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഷീല സണ്ണി തന്നെ പറയുന്നുണ്ട് ഇങ്ങനെയാണ്, ഇതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വെളിയിലാരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമായിരിക്കും പറഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ഒരു കേസ് കൊടുക്കുക. കാരണം ഒരു നാട്ടും പുറത്ത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സിറ്റിയിൽ ഡെയിലി തന്റെ ഉപജീവന മാർഗം നടത്തുന്ന, അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്ന, ഡെയിലി വീട് കട എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരാള് ഇത്രയും കോടിക്കണ അല്ലെങ്കിൽ 10,000 രൂപ വിലയുള്ള LSD സ്റ്റാമ്പ്, അതും ഗോവ, ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്ന തരത്തിലുള്ള സ്റ്റാമ്പിങ് നാട്ടിലെങ്ങനെയാണ് എന്നുള്ളത് ഒരു പോസിബിലിറ്റിയാണ്, ഒരു ചോദ്യചിഹ്നം ഉള്ളത്. അതങ്ങനെ ചെയ്യാൻ പറ്റുമോ സാധാരണക്കാർക്ക്? അല്ലെങ്കിൽ ഇതൊരു വലിയൊരു ശൃംഖല തന്നെ വേണം, അല്ലെങ്കിൽ വലിയൊരു ചെയിൻ തന്നെ വേണം ഈ സാധനം ഇവിടെ എത്തണമെങ്കിൽ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ അന്വേഷിക്കാതെ ഇത് തന്നെയാണ് പ്രതി കൊണ്ട് ഒരു മകസറും ഉണ്ടാക്കി, ഒരു കള്ളക്കേസും ഉണ്ടാക്കി, ഒരു മൊഴിയും പോലെ ചെയ്ത് എന്താ പറയാ പിടിച്ചതിന്റെ രീതിയൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ദിടിപിടി എന്നുള്ള ഇതിലൊക്കെ ആക്കി നേരെ കൊണ്ട് ജയിലിൽ കൊണ്ട് അടച്ചതിലും ഒരു ഇതുണ്ട്. ഇതിന്റെ പുറകിൽ ഇനി പൈസ കൊണ്ടുള്ള കളിയാണോ ബന്ധം കൊണ്ടുള്ള കളിയാണോ എന്നുള്ള കാര്യത്തിലും ഇനി വരും ദിവസങ്ങളിലുള്ള ചർച്ചയ്ക്ക്, അല്ലെങ്കിൽ വരും ദിവസങ്ങളിലുള്ള ഒരു കേസന്വേഷണത്തിന് ഇത് തന്നെയാണ് ഇതിന്റെ കൺക്ലൂഷൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആരാണ് എന്തിന് വേണ്ടി എന്നുള്ളതൊക്കെ. പിറ്റേ ദിവസം 26 ഞായറാഴ്ച, അന്ന് ഞാൻ വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് എനിക്ക് കുടുംബശ്രീയിൽ വാർഷികമായിരുന്നു. ഞാൻ ഉച്ചയായപ്പോൾ പോയി, തിരിച്ചു വരുന്നത് ഞാൻ 5-5:30 മണിയായപ്പോഴാണ്. അപ്പോൾ ഒക്കെ വീട്ടിൽ മരുമോളും അനിയത്തിയും മാത്രമേ ഉണ്ടായുള്ളൂ. ആ സമയത്ത് ഹസ്ബൻഡ് വീട്ടിലുണ്ടായില്ല. ഹസ്ബൻഡിന് വടക്കാഞ്ചേരി ആയിരുന്നു ജോലി. അപ്പോൾ ആള് അവിടെയായിരുന്നു. പിന്നെ മോന് കാലത്തെണീറ്റ് അവൻ മൊബൈൽ ഷോപ്പിലേക്ക് പോയി. അപ്പോൾ ഞാനും കുടുംബശ്രീയിലേക്ക് പോയി. വീട്ടിലുണ്ടായത് ഇവർ രണ്ടാളും മാത്രമായിരുന്നു. പിന്നെ 5 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു. 5:30 ആയപ്പോൾ ഇവർ രണ്ടുപേരും എൻ്റെ വണ്ടി എടുത്തിട്ട് ഇവർ ചാലക്കുടിയിലേക്ക് പോണു പറഞ്ഞിട്ട് വന്നു. 5:30 മണിക്ക് പോയവർ പിന്നെ തിരിച്ചു വന്നത് രാത്രി 9:30 മണിയായപ്പോഴാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് സംശയം വന്നത്. ആ ദിവസം അവരുടെ പെരുമാറ്റത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, അന്നൊന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. പക്ഷെ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ആലോചിച്ചപ്പോ നമുക്ക് ഇങ്ങനെ വന്നു. അതായത് ഞാൻ വീട്ടിൽ പണിയെടുത്തു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് രണ്ടുപേരും കുറേ സമയം ഓരോരോ സ്ഥലത്ത് പോയി. ഇപ്പൊ ഞങ്ങളുടെ വീട് കഴിഞ്ഞെങ്കിൽ കുറേ ജാതി തോട്ടാണ്. അപ്പൊ ഇവര് പുറത്തു പോയി നിന്ന് കുറേ സമയം ഫോണിൽ സംസാരിക്കുന്നുണ്ട്. കുറേ സമയം, കുറച്ച് നേരമല്ല, ഒരു 2-3 മണിക്കൂറൊക്കെ ഇവർ അവിടെയൊക്കെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അവരെന്തോ ഫ്രണ്ട്സിൻ്റെ എന്തോ കാര്യം പറയണമെന്നാണ് എന്നോട് പറഞ്ഞത്. നമ്മളങ്ങനെ സംശയിക്കൂലല്ലോ, വീട്ടിൽ വരുന്ന വിരുന്നുകാർ പിന്നെ ചെറിയ പിള്ളേരുമാണ്, അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിചാരിച്ചു. സാധാരണഗതിയിൽ വന്ന് താമസിക്കാറുണ്ട് അനുജത്തിയും? ഒരു 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. കല്യാണം ഞാൻ പറഞ്ഞില്ല 1.5 വർഷമായിട്ടുള്ളൂ. അതിനിടയിൽ ഒരു 2-3 പ്രാവശ്യം വന്നിങ്ങനെ ഒരു ദിവസമൊക്കെ നിന്നിട്ട് പോവാറുണ്ട്. അപ്പം ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അവർ ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കാം. ഇപ്പോഴാണ് എനിക്ക് ഓരോരോ സംശയങ്ങൾ അങ്ങനെ വരുന്നത്. ഇക്കാര്യങ്ങൾ മരുമകളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു? ഈ വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് ഇങ്ങനെ അനുജത്തിയുമായി ബന്ധമുണ്ട്, അങ്ങനെ ഷീല ചേച്ചിയുടെ ആരോപണങ്ങൾ ശക്തിപ്പെട്ടാണ്, അതിന് തെളിവുകൾ കിട്ടുകയാണ്. അപ്പോൾ മരുമകളുമായിട്ട് ഇത് ഇപ്പോൾ ഷീല ചേച്ചിന്റെ ആ ഒരു ഡൗട്ടിന് മൊത്തം ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഏകദേശം ഒത്തടങ്ങി പോകുന്ന തരത്തിലുള്ള ഒരു കേസ് അന്വേഷണമാണ് ഇപ്പോൾ പോകുന്നത്. കേസ് അന്വേഷണത്തിന്റെ വിരൽ ചൂണ്ടുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്താണ്. ഈ പറയുന്ന മരുമോളുടെ അനിയത്തിന്റെ അടുത്തും പുള്ളിയായിട്ട് ബന്ധമുള്ള ഒരു ബന്ധുവിന്റെ അടുത്തും കൂടിയിട്ടാണ് ഇങ്ങനെ വിരൽ ചൂണ്ടുന്നത്. കൃഷ്ണകുമാർ എന്തോ പറഞ്ഞ ഒരു ബന്ധു വിരൽ ചൂണ്ടുന്നത്. പിന്നെ ഒരു കേസ്, ഈ കള്ളക്കേസൊക്കെ കുടുക്കി, അത് ഇങ്ങനെയുള്ള ഒരു കേസിലൊക്കെ കുടുക്കിയിട്ടൊക്കെ നിലവിൽ ഇങ്ങനെ 70 ദിവസമൊക്കെ ജയിലിൽ പോയി കിടക്കുക, ഒരു തെറ്റും ചെയ്യാതെ. ആരോ ചെയ്ത ആ ഒരു പകപോക്കലിന് ഇരയായത് ഈ പറഞ്ഞ ചേച്ചിയാണ്. അത് വല്ലാത്തൊരു അനുഭവം തന്നെ. അതിൽ അനുഭവിച്ചവർക്ക് അതിന്റെ വിഷമവും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. പിന്നെ പുള്ളിക്കാർ വെളിയിൽ ഇറങ്ങുമ്പോൾ കാണുന്ന ആ സൊസൈറ്റിന്റെ ആ ഒരു ഇത് എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാർ നോക്കുന്നത്. ചിലപ്പോൾ വേറെ രീതിയിലേക്ക് ആയിരിക്കും, മോശപ്പെട്ട രീതിയിൽ വരെ നോക്കുന്ന ഒരു സമൂഹം നിലവിലുണ്ടാവും. പിന്നെ ബിസിനസ് രംഗത്ത് അത് ഭയങ്കര രീതിയിൽ ബാധിക്കാനും ചാൻസ് ഉണ്ട്. ഇതൊന്നും അറിയില്ല. നിലവിൽ ഈ ഒരു കേസിന്റെ ഒരു വിധി വന്ന്
അല്ലെങ്കിൽ ഇതെന്താണെന്ന് സത്യാവസ്ഥ അറിയുന്നത് വരെ എല്ലാവരും ഇരകൾ തന്നെയാണ്. അല്ലാത്ത പക്ഷേ ഈ അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പ് നടത്തി എല്ലാം നടത്തി ഫോട്ടോയും പ്രചരിപ്പിച്ച് എല്ലാം ആക്കി അവസാനം 19 ദിവസം ജയിലിലും കിടന്ന് നിരപരാധിയാണ് പറഞ്ഞിട്ട് വെളിയിലേക്ക് ഇറക്കിയിട്ട് വരുന്ന സമയത്ത് അതുവരെയുള്ള അവരുടെ ആ ട്രാവലിംഗ്, ജയിൽ ജീവിതം, അതൊക്കെ പേഴ്സണൽ ലൈഫിനെ വരെ ബാധിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ പെടുത്തിയവനെ കിടത്തി ഉറക്കണം ജയിലിൽ തന്നെ. അതാണ് വേണ്ടത്. കാരണം ഒരാളുടെ ലൈഫിനെ എൻറ്റയർലി മാറ്റിമറിച്ച ഒരാൾ അവിടെ നിലവിലുണ്ടെങ്കിൽ, മോശപ്പെട്ട രീതിയിൽ മാറ്റിമറിച്ച ഒരാൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇവിടെ ഒരാൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജയിലിനകത്ത് കിടന്നിട്ട്. അത് അനുഭവിച്ചവർക്ക് എൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത് എന്താണ് ആരാണെന്ന് അറിയാൻ വേണ്ടി ഇത്രയും ശക്തമായിട്ട് ആ കേസിന്റെ പുറകെ തന്നെ നമ്മുടെ ഈ ഷീൽ ചേച്ചി നിൽക്കുന്നത്. എഴുതിയ മഹസറും തെറ്റാണ്. എന്നിട്ട് ഇവര് കറക്റ്റായിട്ട് വന്ന് ഇപ്പം ഞാൻ ഈ ബിസിനസ് ചെയ്യലാണെങ്കിൽ ഈ ടൗണിൽ ഈ വണ്ടി നിർത്തുകയാണ്. ഈ വണ്ടിയുടെ ഉള്ളിൽ ഞാൻ ഒരിക്കലും മയക്കുമരുന്ന് വെക്കൂല. മഹസറിൽ അവരെന്തായിരുന്നു എഴുതിയിട്ടുണ്ട്? ആ മഹസറിൽ എഴുതിയത് അന്നത്തെ ദിവസം 10:30 മണിക്ക് ഞാൻ പാർലറിൽ വന്നു. ഇവര് വന്ന് അറസ്റ്റ് ചെയ്തിട്ട് പോകുമ്പോഴാണ് ഞാൻ പുറത്തുനിന്ന് ഇറങ്ങണേ. അതുവരെ ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. ഇവര് എഴുതിയിട്ടുള്ളത് ഞാൻ ഉച്ചയായപ്പോൾ പാർലറിൽ നിന്ന് ഇറങ്ങി എൻ്റെ വണ്ടിയിൽ പോയി വണ്ടി ഓപ്പൺ ചെയ്തു ഈ ബാഗ് എടുത്തിട്ട് പോണ സമയത്താണ് ഇവർ വന്ന് എന്നെ അറസ്റ്റ് ചെയ്തത്. ഇവരിൻ്റെ വണ്ടി 15 മീറ്റർ അകലെ നിർത്തിയിരുന്നു. അപ്പം ഞാൻ വന്ന് പരിഭ്രമിച്ചിട്ട് എൻ്റെ ബാഗ് വണ്ടി തുറന്നു. ഇവരെ കണ്ടപ്പോൾ ഞാൻ പരിഭ്രമിച്ച് പോയി. അങ്ങനെയൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. ഈ തൊട്ട് കട വന്ന് കമ്പ്യൂട്ടറിൻ്റെ കടയാണ്. അവരുടെ ഫ്രണ്ടിൽ ക്യാമറയുണ്ട്. ആ ക്യാമറ എൻ്റെ പാർലറിൽ നന്നായിട്ട് കാണാൻ പറ്റും. എൻ്റെ പാർലറിൻ്റെ ഉള്ളിൽ പകുതി വരെ കാണാൻ പറ്റും. ആരാ വരുന്ന ആരാ പോണ എല്ലാം കാണാൻ പറ്റും. അത് അവർ എൻ്റെ മരുമോനും വന്ന് ചെക്ക് ചെയ്തപ്പോൾ അന്നത്തെ ദിവസം ഞാൻ 10:30 വന്ന് പാർലറിൽ കയറിന്. ഇവർ വന്ന് അറസ്റ്റ് ചെയ്യുമ്പോഴാണ് അറസ്റ്റ് ചെയ്തിട്ടാണ് എന്നെ പുറത്ത് കൊണ്ടുപോണത്. ഞാൻ പുറത്തിറങ്ങിയിട്ടേ ഇല്ല. അത് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ചേച്ചി ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല? അതിന്റെ ആ CCTV ഫുട്ടേജ് എടുത്തിട്ടാണ് നമ്മൾ മുഖ്യമന്ത്രിക്കും ഒക്കെ അയച്ചു കൊടുത്തിട്ടാണ് അങ്ങനെയാണ് എനിക്ക് ജാമ്യം കിട്ടിയത്. അതിലെന്തോ ഇത് കണ്ടില്ലേ, വെൽ പ്ലാനഡ് ആയിട്ടാണ് ഈ വിളിച്ചു പറഞ്ഞ ഒരാളുടെ ഇത് നടന്നിരിക്കുന്നത്. പിന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അലംഭാവവും പിന്നെ ഈ വിളിച്ചു പറയാൻ ശ്രമിച്ച ആളിന്റെ കൂടെ നിന്നിട്ട് പുള്ളിക്കാരനെ പെടുത്തുന്ന തരത്തിലുള്ള ഒരു മനോഭാവമാണ് ആ ഒരു ഉദ്യോഗസ്ഥർ കാണിച്ചിരിക്കുന്നത്. എക്സൈസ് ഉദ്യോഗസ്ഥർ കറക്റ്റായിട്ട് വീട്ടിൽ നിന്ന് വരുന്നത് വിളിച്ച് പറയുക ഇങ്ങനെ വരുന്നുണ്ട്, ഒരു സാധനം ഉണ്ടെന്ന് പറയുക, കറക്റ്റ് വന്നു, ആ ബാഗ് എടുത്ത് പൊക്കുന്നു, കാര്യങ്ങൾ കൊണ്ടുപോകുന്നു, അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലടിക്കുന്നു, 7 ദിവസം കഴിഞ്ഞിട്ട് പറയുന്നു നിരപരാധിയാണെന്നുള്ളത്. എന്താ വെൽ പ്ലാനഡ് ആണ് ഇത്. അന്വേഷണ ഉദ്യോഗസ്ഥ അത് ആ സമയത്ത് ആ കേസെടുത്ത് വിളിച്ചു പറഞ്ഞ അല്ലെങ്കിൽ അവനെ പോക്കറ്റിൽ വല്ല പൈസയും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ അടക്കം ഇതിന് കേസ് വരേണ്ടതാണ്. അവനടക്കം ജയിലിൽ പോകേണ്ട തരത്തിലുള്ളതാണ്. ഒരു പാവപ്പെട്ട വീട്ടമ്മനെ, ഈ ഒരു സംരംഭകയെ ഇങ്ങനെ കിടന്ന് ചൂഷണം ചെയ്ത് സമൂഹത്തിനോട് കൊള്ളരുതാത്തവളായിട്ട് ചിത്രീകരിച്ച് അങ്ങനെയൊക്കെ ചെയ്തവരിനെ ഒരിക്കലും വെളിയിക്കൊന്നും വരാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ളവന്മാര് എന്താ പറയാ, നല്ലൊരു വക്കീലും കുറച്ച് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു അന്ധമായ ഒരു വിശ്വാസമാണ് മറ്റുള്ള സാധാരണക്കാർക്ക് കോടതിമേലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത്. നല്ലൊരു പൈസയും കുറച്ച് വക്കീലുണ്ടെങ്കിൽ ഏതോ കേസിൽ നിന്ന് ഊരി വരാമെന്നൊക്കെ പറഞ്ഞു നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ കുറേ ന്യൂസുകൾ കണ്ടതൊക്കെ അതിന്റെ ഫലമായിട്ടുള്ളതാണ്. ഇതെന്തായാലും തികച്ചൊരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു ചതി എന്നാണ് നമ്മുടെ പറയുന്നത്. ഇപ്പോൾ അതിന്റെ ഭാര്യന്റെ അനിയത്തി ആയതുകൊണ്ട് ഇപ്പോൾ സ്വന്തം മകന്റെ അടുത്ത് പറയുമ്പോഴടക്കം മകൻ സപ്പോർട്ട് ചെയ്യുന്നത് ഭാര്യയാണ്. നമ്മങ്ങനെ അവനമ്മനെ പെടുത്തിയതാണെന്നുള്ള കാര്യം ഇങ്ങനെ കേസ് അതിന്റെ ഒക്കെ ഒരേ വ്യൂ ഒരാളുടെ അടുത്തേക്കാണ് ഇങ്ങനെ പോകുന്നത്. എന്നിട്ടടക്കം പറയുമ്പോഴും വൈഫിനെ സപ്പോർട്ട് ചെയ്യണം നിൽക്കുന്നത്. ഓക്കെ ഫൈൻ, വൈഫല്ലേ, പക്ഷെ ഇപ്പോഴത്തെ ഒരു അമ്മയാണ്, ഒരു തെറ്റും ചെയ്യാതെ പോയി കിടന്ന അമ്മയാണ് എന്നുള്ളതാണ്. എന്തൊരു വലിയ ക്രൂരകൃത്യം ചെയ്തിട്ടാണ് അമ്മനെ ഇങ്ങനെ പെടുത്തിയെന്നുള്ളതും ഒരു ഇത് തന്നെയല്ലേ. ഒന്നും അറിയാതെ ദൈനംദിന ജീവിതം നയിച്ചുകൊണ്ട് പോയി കുറച്ച് തുച്ഛമായ വരുമാനത്തിന് ജോലിയെടുത്ത് അതും ഷോപ്പിൽ പോയി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടൊക്കെ നിൽക്കുമ്പോൾ ഒരാളിനെ വീട്ടിൽ വിളിച്ചു കയറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കും വിരുന്ന് കാര്യം എന്നുള്ള ലെവലിലാണ് നമ്മൾ വിളിച്ചു കയറ്റുന്നത്. പക്ഷേ ഈ പറഞ്ഞ ആൾ എന്ത് മനോഭാവത്തോടെയാണ് വീട്ടിലുള്ള കയറി വരുന്നു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല സ്വപ്നത്തിൽ. അങ്ങനെ ചിന്തിക്കാൻ തരുന്നതായിരുന്നു ഇപ്പോൾ ഈ കേസിന് ആസ്പദമായി ഇത്രയും സംഭവങ്ങളൊക്കെ നടന്നത്. എന്തായാലും ആ പറഞ്ഞ ആളിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരട്ടെ. ഒരു ദയാദാക്ഷിണ്യം കാണിക്കാതെ എങ്ങനെയാണോ ഷീല സണ്ണി എന്ന് പറഞ്ഞ
ആ ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു വീട്ടമ്മയ്ക്ക്, ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്, അതിന്റെ അപ്പുറം തന്നെ നിലവിൽ ഉണ്ടാവട്ടെ. കേരള സമൂഹം എന്തായാലും ഷീല സണ്ണിന്റെ നിലവാരത്തെ ഓൾറെഡി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി അത് ഉണ്ടാക്കി വെച്ച, ഇത്രയും കോൺട്രവേഴ്സി ഉണ്ടാക്കി വെച്ച ഒരാളുടെ മുഖവും അത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്യൂരിയോസിറ്റി നിൽക്കണം. എന്തായാലും കേസ് വൈകാതെ എല്ലാം കൺക്ലൂഷൻ എല്ലാവരുടെയും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ശുഭപ്രതീക്ഷയോടെ നിൽക്കുന്നു. എന്തായാലും ചെയ്ത് ശരിക്കും ഒരു തെണ്ടിത്തരം, സ്വന്തം കുടുംബത്തിൽ നിന്നിട്ട് തന്നെ.